മണ്ണ് തൊട്ട് തുടങ്ങാം അല്ലേ? ഇത് നോക്ക്, നല്ല മണല, വെള്ള മണലും. ഈ സ്ഥലം കണ്ടോ, ചെറിയൊരു തോടാണ് ഇത്. തോട് ഇങ്ങനെ പോകുന്നു. കണ്ടോ, നല്ല രസം. വെറുതെ ഇരുന്നപ്പോൾ തോന്നി ഇങ്ങനെ കുറച്ച് പ്രകൃതിയുടെ കുറച്ച് വീഡിയോസ് എടുക്കാം. അങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് അയച്ചു തരാമല്ലോ. ഇത് എത്ര പേരെ വീട്ടിലുണ്ട് ഈ ചെമ്പരത്തി? ഇത് തലയിൽ തേക്കാനൊക്കെ താളിയായിട്ടും പിന്നെന്താ എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുമല്ലോ. ഇതിൻ്റെ പൂവും ഇലയൊക്കെ. പൂവാണെന്ന് തോന്നുന്നു. പണ്ടൊക്കെ നമ്മളിവിടെ വന്നാണ്ട് ഈ കല്ലിൽ വെച്ച് തുണിയിലൊക്കെ, ഇത് നല്ല വെള്ളമായിരുന്നു. ഇപ്പോൾ ഇതിലൊന്നും ഇറങ്ങാനൊന്നും കൊള്ളത്തില്ല. കണ്ടോ, നല്ലൊരു തോടായിരുന്നു. പക്ഷെ ഇപ്പം പണ്ട് എൻ്റെ കുഞ്ഞു പ്രായത്തിലൊക്കെ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് ഒന്നിനും ഉപയോഗിക്കില്ല, വേസ്റ്റ് തോടായി. കണ്ടോ, ഇതറിയാമോ നമ്മുടെ മധുരക്കീര നിൽക്കുന്നത് കണ്ടോ? കദളി, എന്താ ഇതിനെ പറയുന്ന, കദളിയോ അങ്ങനെ എന്തോ ആണ്. പിന്നെ വായാണ്. അങ്ങനെ ഇത്രയുള്ളൂ. കാരച്ചെടി പൂത്ത് സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാനും എൻ്റെ ചെമ്പരത്തി കേട്ടോ, ഇത്രയൊക്കെ ഉള്ളൂ. ദൂരെ 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 നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ. കറക്റ്റ് ഇവിടെ എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ കാട്ടുപന്നിയും മുള്ളൻപന്നിയും, പിന്നെന്താ ഇടയ്ക്ക് കുറച്ച് മാന് വന്നിരുന്നു, മയിലുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വരും. പാമ്പ് ആവശ്യത്തിലധികം ഉണ്ട് കേട്ടോ. പേടിച്ചാണ് നിൽക്കുന്നത് തന്നെ. കണ്ടോ, ഇങ്ങനെ കണ്ടോ. ഞാനും എൻ്റെ ഇതെന്താ ഇത്, റംബൂട്ടാൻ്റെ ഇലയും. ഇവിടെയും ഉണ്ട് ഒരു ചെമ്പരത്തി. ഇവിടെയും ഉണ്ട് ഒരു ചെമ്പരത്തി. ഈ റംബൂട്ടാനെടുത്ത് ചെമ്പരത്തി. ഇതെന്ന് പറഞ്ഞാൽ ഇത് കിണറായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇത് ഉപയോഗിക്കില്ല, കാരണം ഇതിനകത്ത് പാറയാണ് നിറച്ച്. പാറയായിരുന്നപ്പോൾ പാറ പൊട്ടിച്ച വകയിൽ ആ സമയത്ത് ഇതിൻ്റെ കിണറിൻ്റെ തൂണെല്ലാം ഇളകിപ്പോയി. ആ തോട്ടിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് കയറി. അപ്പോൾ ഈ കിണർ ഉപയോഗിക്കില്ല. ഇതിങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നു. ഇതിൽ കുറച്ച് മീനും തവളയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നിനും കാണാനില്ല. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മുകളിൽ വീടിന് കുറച്ചപ്പുറത്തായിട്ടൊരു കിണർ ഇട്ടിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇത് പഴയ സാധനങ്ങളാണ്. പഴയ ബാത്റൂം, പഴയ കിണർ കേട്ടോ. അപ്പോൾ ഇതാണ് കാട്, പ്രകൃതി രമണീയമായ എൻ്റെ നാട്. കണ്ടോ, അപ്പുറത്തോട്ടൊക്കെ വീടുണ്ട് കേട്ടോ. നമുക്ക് നിറച്ച് വയണ, വട്ടയില, അങ്ങനെ ഇങ്ങനെ തെങ്ങ്, മാങ്ങ, തേങ്ങ എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് കളിക്കുന്ന ഒരാളെ കണ്ടോ, ഇതാണ് എൻ്റെ കൊച്ചൂസ്. ഇവൾ മണി എന്ന് വിളിക്കും. മണി കെട്ടിയതുകൊണ്ട് ഇവിടെ മണി എന്ന് വിളിക്കും. ഇവരുടെ കൂടെ 2 പേര് വേറെ ഉണ്ടായിരുന്നു. അവർ പട്ടി ശല്യമുണ്ട് ഇവിടെ ഭയങ്കര. പട്ടി പിടിച്ചു. ഇനി ഇവൾ മാത്രമേ ഉള്ളൂ എൻ്റെ മണി. ഭയങ്കര സ്നേഹമാണ്. ഇതാണ് മണി, ഈ ചക്കിരി മണി. ഈ മണി കളിക്കുകയാണ് എൻ്റെ കൂടെ. കണ്ടോ, മണി കളിക്കുന്നു. മണി കടിക്കും, സ്നേഹം കൂടിയാണ് കടിക്കുന്നവർ. അതാണ് എൻ്റെ മണി. ഇത് കളിക്കുന്നുണ്ടോ? മതി, കടിക്കരുത്. കടിച്ചാൽ ഞാൻ അടിക്കും. എല്ലാവർക്കും അറിയാം, നമ്മുടെ സുപരിചിതനായ നമ്മുടെ നായകൻ റോക്കി ബായ്. റോക്കി സുന്ദരൻ കണ്ടോ, എന്ന ലുക്ക്.